കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് കൃഷ്ണയും ശ്രീനിവാസൻ്റെ തൊട്ടരികിൽ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനിരിക്കുന്നതാണ് കേട്ടോ. അന്നേരം കൃഷ്ണനെ അടുത്തിരുത്തി സ്നേഹത്തോട് സംസാരിക്കുകയും തലമുടിയിലൊക്കെ തലോടുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ശ്രീനിവാസ്. അന്നേരം അതൊക്കെ കണ്ട് സങ്കടത്തോട് നോക്കിക്കൊണ്ട് നിൽക്കുക മോളിക്കുട്ടി. ഈ സമയം മോളിക്കുട്ടി പറയുന്നുണ്ട്, അതെ, ഇവിടെ അച്ഛനും അമ്മയും ഇല്ലാത്ത ചിലരൊക്കെ നിൽക്കുന്നുണ്ടെന്നുള്ള ബോധം വേണം. ഇങ്ങനെ അച്ഛൻ മോളെ സ്നേഹിക്കുന്നത് കാണുമ്പോഴേ എനിക്കത് ചിലപ്പോൾ സഹിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. അന്നേരം ശ്രീനിവാസ് ചിരിച്ചുകൊണ്ട് പറയണേ, എൻ്റെ മോളിക്കുട്ടി, കൃഷ്ണ എൻ്റെ മോളാണ്. പക്ഷേ അതിനു മുമ്പേ തന്നെ നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടില്ലേ, നീയും എനിക്ക് എൻ്റെ മോളുടെ സ്ഥാനത്ത് തന്നെയാണ്. നിനക്ക് എപ്പോൾ അച്ഛൻ്റെ ആവശ്യം വന്നാലും മടിച്ചു നിൽക്കാതെ എന്നോട് പറയാം കേട്ടോ. അങ്ങനെ ശ്രീനിവാസൻ്റെ വാക്കുകളൊക്കെ കേട്ട് സന്തോഷത്തോടുകൂടി നിൽക്കുവാണ്ടോ മോളിക്കുട്ടിയും അവരെല്ലാവരും. ഈ സമയം കൃഷ്ണ ചോദിക്കുന്നുണ്ട്, അല്ല അമ്മ ഭക്ഷണം കഴിക്കുന്നില്ലേ, ഇരുന്ന് കഴിക്ക്. ഏയ് വേണ്ട, എനിക്കിപ്പോൾ വിശപ്പില്ല, ഞാൻ പിന്നെ കഴിച്ചോളാം. അങ്ങനെയല്ലല്ലോ നമ്മുടെ പതിവ്. ദേ, അമ്മ ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ എനിക്കും പിന്നെ ഭക്ഷണം മതി. അയ്യോ അങ്ങനെ പറയല്ലേ, അച്ഛൻ മോളുടെ പേരിന്ന് ഭക്ഷണം കഴിക്കുന്നതല്ലേ, ഇനി അതിൻ്റെ പേരിൽ നീ നീറ്റ് പോകണ്ട, ഞാനും കഴിക്കാം എന്ന് പറഞ്ഞ തങ്കവും അവിടെ ഇരിക്കുന്നുണ്ട്. ഈ സമയം കൃഷ്ണ ഭക്ഷണമൊന്നും കഴിക്കാതെ വെറുതെ ഇങ്ങനെ ഇരിക്കുമായിരിക്കും. അതാണുമ്പോൾ ശ്രീനിവാസ് കഴിക്കണേ, അല്ല മോളെന്താ ഭക്ഷണം കഴിക്കാത്തത്? അന്നേരം തങ്കത്തിനെ നോക്കിക്കൊണ്ട് കൃഷ്ണ പറയുന്നുണ്ട്, അതെ, ഇവിടെ എല്ലാ വർഷവും എൻ്റെ പിറന്നാളിനൊരു പതിവുണ്ട്. ഞാൻ കഴിക്കാൻ പോകുന്ന ഭക്ഷണത്തിൻ്റെ ആദ്യത്തിലുള്ള എനിക്ക് വായി വെച്ച് തരുന്നത് അമ്മയാണ്. ഇത്ര നേരമായിട്ടും ഇതുവരെ അമ്മ എനിക്ക് വെച്ച് തന്നില്ല. അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുവാണ്. അന്നേരം തങ്കം പറയണേ, അല്ല ഇപ്പോൾ മോൾക്ക് അച്ഛനുണ്ടല്ലോ, അച്ഛൻ തന്നെ വായിൽ വെച്ച് തരും. അത് കിട്ടി കൃഷ്ണ പറയണേ, അത് പറ്റില്ല, എനിക്ക് എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് തന്നെ ആദ്യത്തിലുള്ള കഴിക്കണം. അങ്ങനെ തങ്കം തന്നെ കൃഷ്ണയുടെ വായിൽ ആദ്യത്തിലുള്ള ചോറെടുത്ത് വെക്കുവാണ്. അതിനുശേഷം ശ്രീനിവാസം പറയണേ, അമ്മയുടെ കഴിച്ച് കഴിഞ്ഞല്ലോ, ഇനി എൻ്റെ എന്നും പറഞ്ഞ ശ്രീനിവാസം കൃഷ്ണയുടെ വായിലേക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും ഒത്തിരി സന്തോഷത്തോടെ തന്നെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുവാണ് കേട്ടോ. പിന്നീട് എല്ലാവരും പുറത്തിരുന്ന് സംസാരിക്കുമായിരിക്കും. ഈ സമയം കൃഷ്ണയെ ചേർത്ത് പിടിച്ച് ശ്രീനിവാസ സെൽഫി എടുക്കുകയും അവരൊത്തിരി സന്തോഷത്തോടെ ഇരിക്കുകയൊക്കെ ചെയ്യുവാണ്. അന്നേരം തങ്കം ശ്രീനിവാസൻ്റെ അടുത്ത് വന്നിട്ട് പറയണേ, അതെ ശ്രീനിവാസൻ സാർ, ഞാനൊരു കാര്യം പറയാം. സാറ് എടുത്തു ചാടി എന്നോട് ഒരു തീരുമാനം പറയോ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ അച്ഛനും മോളും ഒന്നിച്ചല്ലോ, ഇനി സിത്താരമ്മയുടെ കണ്ട് സാറൊന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ അച്ഛനും മോളും അമ്മയും കൂടി സന്തോഷത്തോടെ ജീവിക്കാം. അന്നേരം ശ്രീനിവാസൻ ദേഷ്യത്തിൽ പറയണേണ്, സിത്താരയ്ക്ക് ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥാനമില്ല, അല്ലെങ്കിൽ തന്നെ ഞാനതിന് അവളെ പോയി കാണുന്നത്. ജയിലിലേക്ക് ഞാൻ പോയതിൻ്റെ വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവൾ മറ്റൊരുത്തൻ്റെ ഭാര്യയായിട്ട് അവനപ്പോൾ ഒരു ജീവിതം തുടങ്ങിയ അവളെ ഞാനെന്തിനാ ഇനി എൻ്റെ ജീവിതത്തിലേക്ക് വിളിക്കേണ്ടത്? അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. ഇനി സിത്താര എന്ന പേര് പോലും നിങ്ങളാരും എന്നോട് പറഞ്ഞു പോകരുത്. അത് നിങ്ങൾ എന്നോട് കാണിക്കുന്ന, എന്നോട് മാത്രമല്ല എന്നോടും എൻ്റെ കൃഷ്ണമോളോടും കാണിക്കുന്ന ചതി തന്നെയായിരിക്കും. ഞാനും എൻ്റെ മോളും കൂടി ഇനി എന്തിനാ അവളുടെ അരികിലേക്ക് പോകുന്നത്? ഇത്രയും നാളായിട്ടും അവൾ ഇത്രയും വലിയ ഉയരങ്ങളിലെത്തിയിട്ടും ഒരു സ്ഥലത്ത് പോലും അവൾ എന്നെക്കുറിച്ചോ എൻ്റെ മോളെക്കുറിച്ചോ സംസാരിച്ചിട്ടില്ലല്ലോ. എന്നെ വേണ്ടാത്തോളം എനിക്കും വേണ്ട, ഇനി എൻ്റെ ജീവിതത്തിൽ എൻ്റെ മോള് മാത്രം മതി. അന്നേരം തങ്കം പറയുന്നുണ്ട്, ചിലപ്പോൾ എന്തെങ്കിലും തെറ്റിദ്ധാരണയോ മറ്റാണെങ്കിലോ, നിങ്ങൾ നേരിട്ട് കണ്ട് സംസാരിച്ച് തീരാവുന്ന പ്രശ്നമുള്ളെങ്കിലോ. സിത്താര മേഡത്തിന് ഇപ്പോഴും സാറിനോട് സ്നേഹമുണ്ട്, അതുകൊണ്ടല്ലേ സാറിൻ്റെ പേര് ഇപ്പോഴും പേരിനോടും ചേർത്ത് വെച്ചിരിക്കുന്നത്. അന്നേരം അത് കേട്ടിട്ട് ശ്രീനിവാസ് പറയണേ, ശാന്തി, അതൊക്കെ നിൻ്റെ തോന്നൽ മാത്രമോ, നിനക്കിപ്പോഴും സിത്താര ഇതുവരെ മനസ്സിലായിട്ടില്ല. എൻ്റെ പേരും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ബിസിനസ് രംഗത്ത് അതിൽ നിന്ന് അവൾ ചിലപ്പോൾ എന്തെങ്കിലും നേട്ടം ആഗ്രഹിക്കുന്നുണ്ടാവും. അതിനു വേണ്ടിയിട്ടായിരിക്കും അത് മാറ്റാത്തത്. പിന്നെ അവളുടെ തീരുമാനത്തിലും പെരുമാറ്റത്തിലും ഒന്നും ഒരു മാറ്റം വന്നിട്ടില്ല. മുമ്പ് അവൾ എങ്ങനെയാണോ എന്നെ കണ്ടത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. ഈ അടുത്ത ദിവസം എന്തിന് ഈ നാട്ടിൽ വെച്ച് ഞാൻ അവളെ കണ്ടിരുന്നു. അത് കേൾക്കുന്നതും കൃഷ്ണൻ തങ്ങുമെന്ന് ഞെട്ടുവാ. ഈ നാട്ടിൽ വെച്ചോ? ആ അതെ. അവളെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിച്ചു പോലുമില്ല, എന്നോട് പൊട്ടിത്തെറിക്കുമായിരുന്നു. ഞാൻ ഇനി ജയിലിൽ കിടക്കേണ്ടവനാണ് പോലും. അതുകൊണ്ട് സിത്താരയുടെ കാര്യമൊന്നും സംസാരിക്കണ്ട. ഇനി ശ്രീനിവാസിൻ്റെ ജീവിതത്തിൽ സിത്താര എന്നുള്ള പേരിനോ ആൾക്കോ ഒരു സ്ഥാനവും ഇല്ല. എനിക്കെൻ്റെ കൃഷ്ണമോള് മാത്രം മതി. പിന്നീട് കാണിക്കുന്നത് സത്യവതിയും മൂർത്തിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മൂർത്തി പറയണേ, ബർത്ത്ഡേ പാർട്ടിക്ക് പോയിട്ട് കുറേ നേരമായല്ലോ, എത്ര നേരവും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഇതേ അവരുമായിട്ട് കൂടുതൽ അടുക്കുന്നതിന് നമ്മൾ ശരിക്കും വളം വെച്ച് കൊടുക്കാൻ പാടില്ല. ശ്രീനിവാസൻ സാറിൻ്റെ ആ പെണ്ണുമായിട്ടുള്ള ബന്ധം അത് അത്രയ്ക്ക് ഗാഢമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്കൊരു പാരയാകും. അനിയൻ സാറിൻ്റെ ജീവിതത്തിലേക്ക് അന്വേഷിച്ച് വരാനുള്ള ബന്ധുക്കളെയെല്ലാം നമ്മളായിട്ട് തന്നെ ഇല്ലാതാക്കിയിട്ടുണ്ട്. അവരെല്ലാം സാറിൽ നിന്നും നമുക്ക് അകറ്റാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പുതിയ ഓരോ ബന്ധങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരം സത്യവതി പറയണേ, ഞാനും അതിനെക്കുറിച്ച് തന്നെ ആലോചിക്കുന്നത്. നമ്മൾ പറഞ്ഞ കഥകളൊക്കെ അവന് നല്ല വിശ്വാസത്തിലാണ്. അതുകൊണ്ട് തന്നെയല്ലേ സിത്താരയും അവനും പിരിഞ്ഞതും നമ്മൾ ആഗ്രഹിച്ചതുപോലെ മറ്റെല്ലാ കാര്യങ്ങളും സംഭവിച്ചതും. പക്ഷേ ഇപ്പോൾ ആ പെണ്ണുണ്ടല്ലോ, അവൾ അവൻ്റെ മനസ്സിലങ്ങ് കയറി പറ്റിയിരിക്കുക. അവൻ ആരെങ്കിലും സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ. ഒന്നും അവൻ ചെവിക്കൊള്ളുകയില്ല. മോളെ കണ്ടുപിടിക്കാൻ നടക്കുന്നുണ്ട്, പക്ഷെ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ഇനി അവൾക്ക് പകരം ഇവളെങ്ങാനും മോളായിട്ട് അംഗീകരിച്ച്
ഇവിടെ പിടിച്ച് അവകാശിയാക്കുമെന്നാണ് എൻ്റെ ടെൻഷൻ എന്ന് മൂർത്തി പറയുവാണ്. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുമ്പോഴായിരിക്കോട്ടോ ശ്രീനിവാസ് ചേച്ചിയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. അന്നേരം ചേച്ചി ഫോൺ എടുക്കുക. ആ ചേച്ചി, ഒരു സന്തോഷമുള്ള കാര്യം പറയാനാ. ഇന്ന് ഞാൻ ഒത്തിരിയധികം സന്തോഷത്തിലാണ്. അവിടെ നിലവിളക്ക് എടുത്ത് റെഡിയായിട്ട് നിന്നോ, ഒരാളെ സ്വീകരിക്കാനുണ്ട്. അതേകുന്നതും സത്യവതി ഞെട്ടുക. ആരേ അത്? അതൊക്കെ ഞാൻ പറയാം. ഉടനെ തന്നെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. എൻ്റെ ഇത്രയും നാളത്തെ അന്വേഷണത്തിനെല്ലാം ഒരു ഫലം കണ്ടിരിക്കുവാണ്. ആളേക്ക് ഇനി നേരി കാണുമ്പോൾ ചേച്ചിക്കത് മനസ്സിലായിക്കോളും. ചേച്ചിക്കും അത് കൂടുതൽ സന്തോഷമാകുള്ളൂ. അപ്പോൾ ഇനി നേരി കാണുമ്പോൾ സംസാരിക്കാം. അങ്ങനെ പറഞ്ഞ് ശ്രീനിവാസ പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്യുവാണ്. ഈ സമയം ടെൻഷനിൽ നിൽക്കുവാണ്ടോ സത്യവതി. അന്നേരം മൂർത്തി കാര്യം അന്വേഷിക്കുവാണ്. അന്നേരം ചേച്ചി പറയണേ, അത് പിന്നെ ആ ശ്രീനിവാസനോട് പറയുവാണ് നിലവിളക്കൊക്കെ എടുത്ത് റെഡിയായിക്കോളാൻ, ആരെയും സ്വീകരിക്കാനുണ്ടെന്ന്. ഇത്രയും നാളത്തെ അന്വേഷണത്തിന് ഫലമായി എന്നൊക്കെയാണ് പറയുന്നത്. അത് കേട്ടിട്ട് മൂർത്തി ടെൻഷനിൽ ചോദിക്കണേ, ആരെയായിരിക്കും കൊണ്ടുവരാൻ പോകുന്നത്? ഇനി മകളെ കണ്ടുപിടിച്ച് കാണോ? അതിനൊരു സാധ്യതയില്ല. കാരണം ശാന്തിനെയും അവന് ജനിച്ച ആ കുഞ്ഞിനെയും നമ്മൾ പലയിടത്തും അന്വേഷിച്ചതാണല്ലോ. അവരെ തരാൻ ഒരു സ്ഥലം പോലും ബാക്കിയില്ല. അതുകൊണ്ട് അവരായിരിക്കില്ല. ഈ സമയം മൂർത്തി ചോദിക്കണേ, അങ്ങനെയെങ്കിൽ പിന്നെ ഇനി സിത്താര എങ്ങാനും ആയിരിക്കുമോ? സിത്താരയോ? അന്നേരം മൂർത്തി പറയണേ, അതെ, സിത്താരയെക്കുറിച്ച് നമ്മൾ പറഞ്ഞ കഥകളെല്ലാം അനിയൻ സാർ വിശ്വസിച്ചിട്ടുണ്ട്. മാത്രമല്ല അവിടെ ചെന്നപ്പോഴും അതിനെ അനുകൂലിക്കുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ സിത്താരയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ സാർ ആ ഒരു സമയത്ത് സിത്താരയുമായിട്ട് ദേഷ്യത്തിലായിരുന്നു. എന്നാൽ വീണ്ടും അവർ കണ്ട് പഴയ കാര്യങ്ങളെല്ലാം പറഞ്ഞു തീർത്തിട്ടുണ്ടെങ്കിലോ? അങ്ങനെയാണെങ്കിൽ സിത്താരയായിരിക്കും ഇനി തിരിച്ചു വരാൻ പോകുന്നത്. അന്നേരം ടെൻഷനിൽ നിൽക്കുവാണ് സത്യവതി. എന്താണെങ്കിലും ശ്രീനിവാസിൻ്റെ ഒപ്പം കൂടെ വരുന്നത് ആരാണെങ്കിലും അത് നമുക്കൊരു തലവേദന തന്നെയാണ്. അന്നേരം മൂർത്തി പറയണേ, ശരിയാ, എന്താണെങ്കിലും ഇങ്ങോട്ട് വരുന്നവർ ജീവിക്കാനല്ല മരിക്കാൻ തന്നെയാണ് വരുന്നത്. നമ്മുടെ കൈകൊണ്ട് തന്നെ മരിക്കാൻ. അങ്ങനെ പറഞ്ഞ് നിൽക്കുവാണ് കേട്ടോ അവർ. പിന്നീട് കാണിക്കുന്നത് തങ്കം റൂമിലിരുന്ന് കൃഷ്ണയോട് പറയണേണ്, മോളുടെ അച്ഛൻ്റെ ഒപ്പം പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തടസ്സമായിട്ട് ഞാൻ ഉണ്ടാകാൻ പാടില്ല. ഞാനും എങ്ങോട്ടെങ്കിലും പോകണം. അമ്മ എന്തൊക്കെയാണ് പറയുന്നത്? അമ്മക്ക് എന്നെ വിട്ടു പോകാൻ പറ്റുമോ? മോളെ, നിൻ്റെ അച്ഛൻ്റെ കൂടെ ഞാനുണ്ടായി കഴിഞ്ഞാൽ നാട്ടുകാർ വീണ്ടും അന്നത്തെ പോലെ ഓരോ കഥകളൊക്കെ പറഞ്ഞു വരുത്തും. എന്തിനാ ആവശ്യമില്ലാത്തതൊക്കെ? പിന്നെ മാത്രമല്ല, നിൻ്റെ അച്ഛൻ അമ്മയോട് ഇപ്പോഴും ദേഷ്യത്തിലാണ്. പക്ഷേ മകളെന്ന നിലക്ക് അച്ഛനെ അമ്മയെ ഒന്നിപ്പിക്കേണ്ടത് നിൻ്റെ കടമയാണ്. നീ അത് ചെയ്യണം. അന്നേരം കൃഷ്ണ പറയുന്നുണ്ട്, അമ്മയ്ക്ക് എന്നെ വിട്ടു പോകാൻ പറ്റുമോ? എന്നെ പ്രസവിച്ചത് ആരും ആയിക്കോട്ടെ, എൻ്റെ ബുദ്ധിയിലും ഓർമ്മയിലും ഒക്കെ ഉള്ളത് എൻ്റെ ഈ അമ്മ മാത്രമാണ്. അമ്മ എന്നെ വിട്ടുപോയാൽ എൻ്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകണമെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഒരിക്കലുമില്ല. അമ്മയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. മറ്റെന്ത് വേണമെങ്കിലും ഉപേക്ഷിച്ച് എനിക്ക് ജീവിക്കാൻ പറ്റും. പക്ഷേ എൻ്റെ അമ്മയില്ലാതെ എനിക്കൊരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ല. കൃഷ്ണയുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ തങ്കത്തിനും സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ കൃഷ്ണയെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുവാണ് തങ്കം. ഇല്ല മോളെ, അമ്മ നിന്നെ വിട്ട് ഒരിക്കലും പോകില്ല, ഒരിടത്തും പോകില്ല. എൻ്റെ മോള് നിൻ്റെ അച്ഛനൊപ്പം ജീവിക്കുന്നത് ഏതെങ്കിലും ഒരു മൂലയിരുന്ന് അമ്മ നിൻ്റെ കൂടെ തന്നെ നിന്ന് കണ്ടോളാം, അത് കണ്ട് ആസ്വദിച്ചോളാം. അങ്ങനെ പറഞ്ഞ് കൃഷ്ണയെ ചേർത്ത് പിടിക്കുവാണ് തങ്കം. പിന്നീട് കാണിക്കുന്നത് ഗോപാലനും സുനന്ദയും കൃഷ്ണയും തങ്കവും കൂടി സംസാരിക്കുന്നതാണ്. അന്നേരം ഗോപാലൻ ചോദിക്കുന്നുണ്ട്, അല്ല, കൃഷ്ണയുടെ വിവാഹം കഴിഞ്ഞ കാര്യവും കൂടി ശ്രീനിവാസൻ സാറിനോട് പറയണ്ടേ? അത് മറച്ചു വെക്കുന്നത് ശരിയല്ലല്ലോ. അന്നേരം തങ്കവും പറഞ്ഞേ, ശരിയാ, എത്രയും പെട്ടെന്ന് തന്നെ അക്കാര്യം ശ്രീനിവാസ സാറിനെ അറിയിക്കണം. ഈ സമയം സുനന്ദ പറയുന്നുണ്ട്, പക്ഷേ അതിനൊരു പ്രശ്നമുണ്ടല്ലോ. സിത്താര മാഡത്തിൻ്റെ മകൾക്ക് പകരമായിട്ട് ഒരു പകരക്കാരിയായിട്ടാണ് കൃഷ്ണയെ കൊണ്ട് ആ വിവാഹം കഴിപ്പിച്ചതെന്നറിഞ്ഞാൽ സാർ എങ്ങനെ പ്രതികരിക്കും? അത് ശരിയാ സുനിത പറഞ്ഞത്. ഈ ഗാഥ എന്ന് പറയുന്നത് ശ്രീനിവാസ സാറിൻ്റെ മകളായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ സാർ ക്ഷമിച്ചേനെ. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. ശ്രീനിവാസ സാറുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കുട്ടിയല്ലേ. അങ്ങനെയുള്ളൊരു കുട്ടിക്ക് വേണ്ടി സ്വന്തം മകളുടെ ജീവിതം നശിപ്പിച്ചു എന്നറിഞ്ഞാൽ അത് സാറിന് സഹിക്കാൻ പറ്റില്ല. മാത്രമല്ല, തങ്കത്തിനെ വിശ്വസിച്ചല്ലേ ശ്രീനിവാസൻ സാറ് കൃഷ്ണയെ തങ്കത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത്. അങ്ങനെയുള്ളപ്പോൾ തങ്കത്തിന് വേണ്ടി തന്നെ ഇനി എന്തിപ്പോൾ കൃഷ്ണയുടെ നിർബന്ധപ്രകാരമാണെങ്കിലും ശരി, തങ്കത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടല്ലേ കൃഷ്ണ അങ്ങനെ ഒരു കാര്യം ചെയ്തത്. അതറിയുമ്പോൾ തങ്കത്തിനോട് ശ്രീനിവാസ സാറ് ദേഷ്യപ്പെടും. അതുകൊണ്ട് തൽക്കാലം പല രഹസ്യങ്ങളും നമ്മൾ ഉള്ളിൽ സൂക്ഷിക്കില്ലേ, അതുപോലെ ഈ ഒരു കാര്യം ശ്രീനിവാസ സാറിൽ നിന്ന് മറച്ചു വെക്കുന്നത് തന്നെയാണ് നല്ലത്. ഒരു കാരണവശാലും ഇത് ശ്രീനിവാസ സാറ് അറിയാൻ പാടില്ല. അന്നേരം തങ്കം പറയണേ, എന്തൊരു കഷ്ടം ഇത്. ഒന്ന് തിരുമ്പോൾ മറ്റൊന്ന് മനസ്സിലിങ്ങനെ ഒരു കനലായി വന്നു കിടക്കുവാണല്ലോ ഗോപാല. പിന്നീട് കാണിക്കുന്നത് ശ്രീനിവാസൻ തിരികെ പോകാനായിട്ട് റെഡിയായി നിൽക്കുവാണ്. ആ സമയം കൃഷ്ണനെയും തങ്കത്തിനെയൊക്കെ കൂടെ കൂട്ടാൻ തന്നെയാണ് കേട്ടോ ശ്രീനിവാസൻ്റെ തീരുമാനം. അന്നേരം കൃഷ്ണ ചോദിക്കുന്നുണ്ട്, അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, ഞാനും അമ്മയും ഇവിടെ തന്നെ നിന്നാൽ പോരെ? സാറിനെ എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാമല്ലോ, ഞങ്ങളെ കാണാമല്ലോ, ഞങ്ങൾക്കും എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് വരാമല്ലോ. അത് കേട്ടിട്ട് ശ്രീനിവാസൻ ചോദിക്കുന്നുണ്ട്, അല്ല, ഇതിപ്പോൾ ആരുടെ നിർദ്ദേശപ്രകാരമോ കൃഷ്ണ ഇങ്ങനൊരു കാര്യം എന്നോട് ചോദിച്ചത്? അങ്ങനെ ചോദിച്ചു നിൽക്കുന്ന ശ്രീനിവാസനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് സിത്താര ഗാഥയോട് പറയുന്നുണ്ട്, മോളെ ഗാഥെ,
നിൻ്റെ മനസ്സൊക്കെ ഒന്ന് ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരികെ കളരിക്കിലേക്ക് പോയാലോ? വേണ്ട മമ്മി, ഞാനിനി അങ്ങോട്ടേക്കില്ല. എനിക്ക് പേടിയാം. അവിടെ നിന്ന് എനിക്ക് സമാധാനം ഉണ്ടാവില്ല മമ്മി. മോളെ, നീ എങ്ങനെ തുടങ്ങിയ മമ്മി പിന്നെ എന്താ ചെയ്യാം? പിന്നീട് കാണിക്കുന്നത് കൃഷ്ണനെയും തങ്കത്തിനെയും കൂട്ടി വീട്ടിൽ തിരിച്ചെത്തുന്ന ശ്രീനിവാസനെയാണ് കേട്ടോ. അങ്ങനെ ശ്രീനിവാസനും കാറിൽ നിന്ന് പുറത്തിറങ്ങുവാണ്. അന്നേരം സത്യവതി മൂർത്തിയും ശ്രീനിവാസൻ കൂട്ടിക്കൊണ്ടുവന്ന ആ വിശിഷ്ട വ്യക്തികൾ ആരാണെന്നറിയാനായിട്ട് അക്ഷമരായിട്ട് കാത്തു നിൽക്കുവാണ്. ഈ സമയത്തായിരിക്കും കാറിൽ നിന്നിറങ്ങുന്ന ശാന്തിനെ അവർ കാണുന്നത്. ശാന്തിയെ കാണുന്നതും വിശ്വസിക്കാനാവാതെ ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ് രണ്ടുപേരും. അപ്പോൾ ഒരു സീനൊക്കെയാണ് കേട്ടോ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്